ദൈവതിരുമുമ്പിൽ ഹൃദയം തുറക്കാൻ 62-ാം സങ്കീർത്തനം നമ്മെ ക്ഷണിക്കുന്നു. ഒരു നിശ്വാസം മാത്രമായ മനുഷ്യനിൽ ആശ്രയിക്കുന്നത് മൗഢ്യമാണ്. ആശ്വാസം ദൈവത്തിൽ മാത്രം. ദൈവത്തിൽ മാത്രമാണ് എനിക്കാശ്വാസം, അവിടുന്നാണ് എനിക്കു പ്രത്യാശ നൽകുന്നത്. ദൈവത്തിൽ മാത്രമാണ് എനിക്കാശ്വാസം, അവിടുന്നാണ് എനിക്കു പ്രത്യാശ നൽകുന്നത്. ദൈവത്തിൽ മാത്രമാണ് എനിക്കാശ്വാസം, അവിടുന്നാണ് എനിക്കു രക്ഷ നൽകുന്നത്. അവിടുന്നു മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, ഞാൻ കുലുങ്ങി വീഴുകയില്ല. ചരിഞ്ഞ മതിലും മാടുന്ന വേലിയും പോലുള്ള ഒരുവനെ തകർക്കാൻ നിങ്ങൾ എത്ര നാളൊരുമ്പെടും? അവന്റെ ഔന്നത്യത്തിൽ നിന്നും അവനെ തള്ളിയിടാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത്. അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു, ആദരങ്ങൾ കൊണ്ടു അനുഗ്രഹിക്കുന്നു, ഹൃദയം കൊണ്ടു ശപിക്കുന്നു. ദൈവത്തിൽ മാത്രമാണ് എനിക്കാശ്വാസം, അവിടുന്നാണ് എനിക്കു പ്രത്യാശ നൽകുന്നത്. എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ്, എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ്. ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ. അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. അവിടുന്നാണു നമ്മുടെ സങ്കേതം, അവിടുന്നാണു നമ്മുടെ സങ്കേതം. ദൈവത്തിൽ മാത്രമാണ് എനിക്കാശ്വാസം, അവിടുന്നാണ് എനിക്കു പ്രത്യാശ നൽകുന്നത്. മർത്യനൊരു നിശ്വാസം മാത്രം, വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ്. തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും, അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തെക്കാൾ ലഘുവാണ്. ചൂഷണത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ വ്യർത്ഥമായി ആശ വയ്ക്കരുത്. സമ്പത്തു വർദ്ധിച്ചാൽ അതിൽ മനസ്സു വയ്ക്കരുത്. ദൈവം ഒരു പ്രാവശ്യം അരുൾ ചെയ്തു, 2 പ്രാവശ്യം ഞാനതു കേട്ടു. ശക്തി ദൈവത്തിൻ്റെതാണ്, ശക്തി ദൈവത്തിൻ്റെതാണ്. കർത്താവേ, കാരുണ്യവും അങ്ങയുടേതാണ്. അവിടുന്ന് മനുഷ്യന് പ്രവൃത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്നു. ദൈവത്തിൽ മാത്രമാണ് എനിക്കാശ്വാസം, അവിടുന്നാണ് എനിക്കു പ്രത്യാശ നൽകുന്നത്.